വില്യാപ്പള്ളിയിലെ സുശീല പ്രഭാകരന്റെ സ്വപ്നലോകം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം 29 വൈകിട്ട് വില്യാപ്പള്ളി സ്നേഹതീരം നഗറിൽ പ്രകാശനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 13 കഥകളുടെ സമാഹാരമായ സ്വപ്നലോകത്തിന്റെ പ്രകാശനം KM ഭരതൻ നിർവഹിക്കും. പുസ്തകത്തിൽ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നതും സുശീല പ്രഭാകറാണ്. വടകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സുശീല പ്രഭാകരൻ, TK പ്രഭാകരൻ, റസാഖ് കല്ലേരി, N കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. സ്വപ്നലോകം എന്ന ഈ ചെറുകഥാ സമാഹാരം ഈ വരുന്ന 29-ാം തീയതി വില്യാപ്പള്ളി വെച്ചിട്ട് പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരൊരു വീട്ടമ്മയാണ്. ഒഴിവ് കിട്ടുന്ന വില്യാപ്പള്ളി ടൗണിൽ ഗ്രേസ് എന്ന പേരിൽ ബ്യൂട്ടി പാർലർ നടത്തുകയാണ്. അവർക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ നമ്മുടെ നിത്യജീവിതത്തിൽ അനുഭവപ്പെടുന്ന ചില കാര്യങ്ങൾ കഥയായി രൂപപ്പെടുത്തതാണ്. അപ്പോൾ കുറേ കാലമായി ഈ കഥ ഇവരുടെ മനസ്സിൽ ഉണ്ട്. അപ്പോൾ അക്ഷരങ്ങളായി രൂപപ്പെട്ടു വന്നിട്ടും കുറേയായി. പക്ഷേ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ പല കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ല. ഇപ്പോഴാണ് അതിനൊരു ഭാഗ്യം വന്നത്. കോഴിക്കോട് നൗറ ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. 13 കഥകളിൽ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുന്നതാണ് എല്ലാ കഥകളും. ഒരു കഥക്ക് ഈ കഴിഞ്ഞ ദിവസം ഒരു മത്സരത്തിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിന് പുറമെ സുശീല പ്രഭാകർ നല്ലൊരു ചിത്രകാരി കൂടിയാണ്. എഴുതാൻ തുടങ്ങിയത് ഹൈസ്കൂൾ തൊട്ടിട്ടാണ്. ആദ്യമൊക്കെ പെൻസിൽ കൊണ്ടൊക്കെ വരക്കും. പിന്നെയാണ് പെയിൻറ്റിങ്ങിലേക്ക് കടന്നത്. ഗുരുക്കന്മാരാരുമില്ല, എൻ്റെ സ്വന്തം ഭാവനയിൽ വരുന്ന വരകൾ മാത്രം. ഇപ്പോൾ എഴുത്തും ചെറുതിലെ എഴുതുമൊക്കെ കൂടിയും അത് ആരും കണ്ടിട്ടില്ല. പിന്നെയാണ് ഇപ്പോൾ അടുത്താണ് ഞാനത് ഓരോരുത്തർക്ക് കാണിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് നല്ല അഭിപ്രായം പറഞ്ഞ് അപ്പോൾ ഞാനത് സൂക്ഷിച്ച് വെക്കാനും തുടങ്ങി. പിന്നെ കൊറോണ സമയത്ത് 6 മാസം ഞാൻ ബ്യൂട്ടി പാർലർ നടത്തുകയാണ് വില്യാപ്പള്ളി ടൗണിൽ തന്നെ. അപ്പോൾ കൊറോണ ഉള്ള സമയത്ത് ഷോപ്പ് പൂട്ടിയിരിക്കുമ്പോൾ ഞാൻ 6 മാസം കൊണ്ടൊരു നോവൽ എഴുതിന്. അതൊരു ക്രൈം ത്രില്ലറാണ്. അതൊന്നും ചെയ്തിട്ടില്ല, പ്രകാശനം ചെയ്തിട്ടൊന്നുമില്ല. പിന്നെയാണ് ചെറുകഥകൾ എഴുതാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു 13 കഥകൾ പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ റസാഖ് സാറിനെ സമീപിച്ച് അങ്ങനെയാണ് അതൊരു പുസ്തകമാക്കാൻ തീരുമാനിച്ചത്. പിന്നെ 2016 കൊച്ചി ബിനാലയിൽ പങ്കെടുത്തിട്ടുണ്ട്. ആർട്ട് വർക്ക്ഷോപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്.